തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് തർക്കം പരിഹരിച്ചതായി നേതാക്കൾ. 21 സീറ്റുകളിൽ CPM മത്സരിക്കും, 4 സീറ്റുകളിൽ CPI, RJD, കേരള കോൺഗ്രസ് എം, ജനതാദൾ എന്നീ പാർട്ടികൾക്ക് ഓരോ സീറ്റ് വീതം നൽകും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഘടകകക്ഷികൾ ഈ വിഭജനത്തിൽ തൃപ്തരാണോ? ഒരു പരാതി ഉണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഏതായാലും CPM-ന്റെ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ചും ബ്ലോക്ക് പഞ്ചായത്തിൽ അധികം സീറ്റ് നൽകിക്കൊണ്ടാണ് അങ്ങനെ ഒരു സമവായത്തിലേക്ക് ഏതായാലും LDF നേതൃത്വം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ എല്ലാവരെയും 28 ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിലുള്ളത്. ആ എല്ലാ ഡിവിഷനിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 21 വയസ്സുകാരിയായി കിളിമാനൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ആളാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഫാത്തിമ ഹിസാന. ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് ഇനി പ്രചാരണത്തിലേക്കൊക്കെ പോകുന്നത്? എങ്ങനെയാണ് പ്രചരണം? നല്ല രീതിക്ക് നടന്നു പോവുകയാണ്. ചെറുതായിട്ട് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരെ എല്ലാം കണ്ടു. അതിനുശേഷം പ്രഖ്യാപനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം ഇനി വേണം എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങിയിടത്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് കിട്ടിയിട്ടുള്ളത്. ആരും നെഗറ്റീവല്ല, ആരും മുഖം കറുപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ചെല്ലുന്നതൊക്കെ പുഞ്ചിരിയോടെ, ചെറുപുഞ്ചിരിയോടെയാണ് കിളിമാനൂരുകാരെന്നെ സ്വീകരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി വി ജോയ് കൂടിയുണ്ട്. എങ്ങനെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു? നേരത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഈ സ്ഥാനാർത്ഥി സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു? വളരെ ഐക്യത്തോടെയും കെട്ടുറപ്പോടെയും കൂടി ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഇനി ഒറ്റ ഇറക്കമാണ്. ആ ഇറക്കത്തോടുകൂടി കഴിഞ്ഞതിനേക്കാൾ ഏറ്റവും നല്ല നിലയിൽ ഇടതുപക്ഷം ജില്ലാ പഞ്ചായത്തിൽ നല്ല മികച്ച വിജയം നേടും. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സീറ്റ് തർക്കത്തിൽ പരിഹാരമാവുകയാണ്. ഇനി